പിന്നെ ഇവിടെ നമ്മളെല്ലാം ശ്രദ്ധിക്കണത് മറ്റേ പാർട്ടിക്കാരാട്ടോ. എന്ത് ചെയ്തിട്ടാലും വേണ്ടില്ല, നമുക്ക് ഇവിടുന്ന് 2 വോട്ടെങ്കിലും ഇവിടുന്ന് കിട്ടണം. രണ്ടല്ല, നമുക്ക് ഇവിടുത്തെ കിട്ടുന്നിടത്തോളം പിടിക്കണം. അപ്പം എന്താ വഴിയില്ലേ? ആദ്യം ഇത് പിടി, ഞാൻ ഈ ചൂലെടുത്ത് മുറ്റടിച്ചാട്ടാ. ചൂല് അത് നല്ലൊരു തുടക്കാണല്ലോ. ആരാ എന്തായി കാണിക്കണേ? അതൊക്കെ അവിടെ ഇട്ടിട്ട് പോവാ. അല്ല, ഞാൻ ഇലക്ഷൻ ആയപ്പോ ഇതുവഴി കടന്നു പോവാ. ആരാ അവിടെ? ആരാന്നാ ചോദിച്ചത്? അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വോട്ട് ചോദിക്കാനെത്തുന്ന മഹത്തായ സുദിനം. എൻ്റെ മനക്കിലേക്ക് സ്വാഗതം. ആരാ? എന്തിനാ ഇപ്പോൾ വന്നേ? ദാസൻ എന്നാ പേര്. ഇലക്ഷന് ജയിച്ചു പോയ MLA. ഭരണം തീരാറായല്ലോ, അടുത്തതിന് സീറ്റ് പിടിക്കാൻ ഇറങ്ങിയതാ. ജയിച്ചാൽ പിന്നെ പേടിക്കണ്ടല്ലോ. MLA, മന്ത്രി, മുഖ്യമന്ത്രി, വലിയ പാരമ്പര്യമാണല്ലോ. അങ്ങനെയൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈടി തപ്പി നടക്കുന്ന ആരെങ്കിലും ആവും. അതെ. വെറുതെ അല്ല മുഖത്ത് നോക്കാത്തത്. നേരെ നോക്കാം. എങ്കിൽ ആ ഇലക്ഷൻ ഗാനം ഒന്ന് പാടുക. ഇലക്ഷനാകുന്നു, വോട്ടുകൾ നൽകണം, വോട്ടർഷയാണെൻ്റെ ചിഹ്നം കേട്ടോ, റോഡും കൂളവും പിന്നെ അരിയും മണ്ണെണ്ണയും ശരിയാക്കി നൽകുന്നു നമ്മുടെ പാർട്ടി. അഴിമതിയോട്ടുമേ കാണിക്കയില്ല ഞാൻ, കേശ നിറച്ചിടും പണി ചെയ്യാതെ. മതി. അപ്പോ വോട്ട് എനിക്ക് തന്നെ അല്ലേ? വിലക്കയറ്റത്തിന്റെ പ്രളയത്തിൽ മുങ്ങി താഴുമ്പോൾ ഇലക്ഷന് നിൽക്കല്ലേ നല്ലത്? ഇതാ എൻ്റെ വോട്ടിംഗ് യന്ത്രത്തിന്റെ മോഡൽ. വേണ്ട, ഞാൻ വാഗ്ദാനങ്ങൾ പാലിച്ചോളാം. അതിന് നിന്റെ എന്താ ഉള്ളേ? ഉണ്ട്, വികസനം. എന്ത് വികസനം? എൻ്റെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ കയ്യിലാണ്. ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് പോവാലോ. അതിന് നിനക്ക് 2 തവണ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. എനിക്ക് ഒരവസരം കൂടി തരണം ഈ നാട് ഭരിക്കാൻ. അപ്പോ അതിന് വിധി എന്നല്ലല്ലോ പറയാ, ജനങ്ങളുടെ ദുർവിധി എന്നല്ലേ പറയാ.